റെഡിയായോ? ആച്ചാ ഒരു പൊട്ടും കൂടെ തൊട്ടോട്ടോ. ഒരു വണ്ടി വന്നല്ലോ. മോളെ അവിടെ എത്തിട്ടോ. ആ ഇങ്ങോട്ടുള്ള വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ അല്ലേ? ഇല്ലില്ല. ആ മുക്കിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ആ മനസ്സിലായി, ഞാൻ ചോദിച്ചിരുന്നു. ഇതാട്ടോ പെണ്ണിന്റെ അമ്മാവൻ. അമ്മ അവള് മരിച്ചിട്ടിപ്പോ ഒരു 3 വർഷമായി. മോന്റെ പേരെന്താ? അഭിജിത്ത്. ആ എന്ത് ചെയ്യുന്നു? ഞാൻ ഐ ടി ഫീൽഡില്ല. ഈ കോവിഡ് തുടങ്ങിയ പിന്നെ IT ഫീൽഡ് മാത്രമേ പിടിച്ചു തന്നിട്ടുള്ളൂ. അതേതായാലും നന്നായി. അതെ അതെ. അല്ല, ഒറ്റവനാണോ? അല്ല, ഒരു മോളൂടെ ഉണ്ട്, എറണാകുളത്ത് MBAക്ക് പഠിക്കുക. നല്ല കാര്യം. എന്നാ പിന്നെ നമുക്ക് പെണ്ണിനെ കാണാം അല്ലേ? എടാ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. നിങ്ങൾ ചായ കുടിക്കേ, ഞാൻ വിളിക്കാം. ഇതാട്ടോ എൻ്റെ മോള് അശ്വതി. ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. തൽക്കാലം കുഴപ്പമില്ലാത്തൊരു ജോലിയൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഇവർ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ. അങ്ങനെട്ടെ. ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓ തീരുമാനിക്കാം. ആയിക്കോട്ടെ. വായിക്കാറുണ്ടല്ലേ? ഒരുപാട് ബുക്സ് കണ്ടു. എന്താ അതിൻ്റെ ടേസ്റ്റ്? അങ്ങനൊന്നുമില്ല, എല്ലാം വായിക്കും. ഗുഡ്. അതെ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കല്യാണത്തിന് സമ്മതമില്ലാന്നല്ലേ? ഓക്കെ, ഇതൊക്കെ എല്ലാവരും പറയുന്നല്ലേ? ഇതങ്ങനല്ല. ചേട്ടൻ എന്നെ ഇഷ്ടമില്ലെന്ന് പറയണം. എൻ്റെ കൊച്ചേ, ഇത്ര നാൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക തന്നെയാണ്. ആ തന്നെ ഞാൻ എങ്ങനെ ഇഷ്ടമില്ലെന്ന് പറയണം? ചേട്ടാ പ്ലീസ്. ഓക്കെ, പക്ഷേ കാരണം എന്താണെന്ന് എനിക്കറിയണം. എനിക്കൊരാളെ ഇഷ്ടമാണ്. ആളാരാ? അത് നീ അത് പറയാണ്ടിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് ചേട്ടാ, താൻ ധൈര്യമായിട്ട് പറഞ്ഞോ, തനിക്കെന്നെ 100% വിശ്വസിക്കാം. പറ. ഞാൻ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അനന്തുവിനെ കാണുന്നേ. കണ്ണിൽ നോക്കി ഞാൻ നിന്നെ, എൻ്റെ കനവിൽ കണ്ടൊരു പെണ്ണെ, നിന്റെ മിഴിയിൽ ഞാൻ എന്നെ കണ്ടേ, അഴകിൻ ദേവതേ. നിന്നെയും തേടി ഞാൻ വന്നേ, മനതിൽ വർണ്ണങ്ങളായിരം തന്നെ, വഴിയിൽ നമ്മൾ ചേർന്നിരുന്നില്ലേ. എടോ, താനല്ലേ ഇന്നലെ എനിക്ക് കൂടെ കൊണ്ട് തന്നത്? എടോ താങ്ക്സ്. താൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും വിട്ടുപോയേനെ. ബൈ ദ ബൈ, ഐ എം അശ്വതി. അനന്തു, എങ്ങനെയും പോട്ടെ. എടാ എനിക്കൊരു കാര്യം പറയണ്ടേ. ഓ കൂടാ, മഴയല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അച്ചു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 1.5 വർഷമായി ഞാൻ തന്നെ പുറകെ നടക്കുന്നു. ഇപ്പോഴാണ് പറയാൻ ധൈര്യം കിട്ടിയത്. എനിക്കൊരു റിപ്ലൈ വേണം പ്ലീസ്.
എന്നിട്ട് ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിലും ഓരോ ദിവസം അവൻ വന്നുകൊണ്ടിരുന്നു. പല ആളുകളോട് അവൻ്റെ സ്നേഹം എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. 1.5 വർഷം. അപ്പോൾ പിന്നെ താനും പുള്ളിയും തമ്മിൽ എങ്ങനെ? പിന്നീട് ഞാൻ പോകുന്നിടത്തുനിന്ന് അവനെ കാണാതായി. നല്ലതല്ലേ, തനിക്ക് അവനെ ഇഷ്ടമായിരുന്നില്ലല്ലോ. അറിയില്ല, പക്ഷെ അവനെ കാണാതിരുന്നപ്പോഴും ഞാൻ എത്രത്തോളം അവനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മനസ്സിലായത്. കാണാൻ തോന്നുന്നുണ്ടേ എൻ നെഞ്ചം തീയാൽ കൊള്ളുന്നുണ്ടേ എന്നുയിരേ നിന്നെ തേടുന്നുണ്ടേ എൻ സഖി ജീവനായി വരൂ. അല്ല, അപ്പം പിന്നെ എന്നതിനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു, പക്ഷെ എവിടെയാണെന്നോ എങ്ങോട്ട് പോയെന്നോ അറിയില്ല. എന്താ കുറ്റബോധമാണോ? അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെയാണല്ലോ. ഞങ്ങൾ ആമ്പിള്ളേരത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും നിങ്ങൾക്ക് പുല്ലുവിലയാണല്ലോ. ചേട്ടാ പ്ലീസ്. ഞാനൊന്നും പറയണില്ല. അവനെക്കുറിച്ചൊന്നും അറിയാത്ത സ്ഥിതിക്ക് എനിക്ക് കാത്തിരിക്കണോ? അവൻ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നും എനിക്കിപ്പോൾ അവൻ എത്രത്തോളം ഇഷ്ടമാണെന്നും ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ വരും. ശരി, എന്നാൽ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, പോയേക്കാം അല്ലേ? അതിനു മുമ്പേ ഈ കാണുന്ന ആളാണോ താൻ പറഞ്ഞാണെന്ന് നോക്കി. അതെ, ഇതെങ്ങനെ? എൻ്റെ പൊന്നു പെങ്ങളെ, ഇത് മുഴുവൻ തേണ്ടിയുടെ ഐഡിയ, അല്ലാതെ ഞാൻ തന്നെ പെണ്ണിടാൻ വന്നൊന്നല്ല. ഇവിടെ നിന്ന് താനൊന്നും പറഞ്ഞിരുങ്ങി അവനായിട്ട് ഇനി തന്നെ ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞോട് മാത്രം ഞാൻ വന്നതാ. അവൻ നേരിട്ട് വന്നിട്ട് ഇനിയും താൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവന് സഹിക്കാൻ പറ്റില്ല. പക്ഷേ അവനെ തന്നെ അറിയാഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനമ്മയും ഇവിടേക്ക് എന്നോട് പറഞ്ഞു വിടില്ലല്ലോ. അതേ, തനിക്ക് അവനെ കാണണം തോന്നുന്നുണ്ടോ? ആ തെണ്ടിയ കാറിലിരിപ്പുണ്ട്, ചെല്ല്, പോ ചെല്ല്. കുറേ സമയമല്ലോ, ആരെയും കാണുന്നുമില്ല. ഇനി ആ നാറി അങ്ങനെ പൊളിച്ചു കാണുമോ? ഏയ് നൻപണ്ട. എന്നാലും ആ നാറിനെ വിശ്വസിക്കാൻ പറ്റില്ല. വരുമായിരിക്കും. കാണാൻ തോന്നുന്നുണ്ടേ എൻ നെഞ്ചം തീയാൽ കൊള്ളുന്നുണ്ടേ എന്നുയിരേ നിന്നെ തേടുന്നുണ്ടേ എൻ സഖി ജീവനായി വരൂ. കാണാൻ തോന്നുന്നുണ്ടേ എൻ നെഞ്ചം തീയാൽ പൊള്ളുന്നുണ്ടേ എന്നുയിരേ നിന്നെ തേടുന്നുണ്ടേ. ഹലോ, മതി മതി, രണ്ടുകൂടെ എത്തിക്കുന്നേ. കാര്യങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ചെല്ല് ചെല്ല്. ഇത് തന്നെയല്ലേ ആള്? ചെല്ല് ചെല്ല്, ഓക്കെ താങ്ക്സ് എടാ. കാര്യം ലേറ്റ് ആയപ്പോൾ കുറച്ച് സമയത്തെങ്കിലും നീ എന്നെ സംശയിച്ചു. കുറച്ച് വേണ്ടി വേറെ ഉണ്ട് അതേപോലെ. ഈ സെറ്റപ്പ് എനിക്ക് പറഞ്ഞു കേട്ടോ.